നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ ജോലി സ്വപ്നം കാണുന്ന മലയാളികൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്, മാൾട്ട. 2026 മാൾട്ടയിൽ യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും ഉയർന്ന ജോബ് വേക്കൻസി റേറ്റാണ് ഉള്ളത്, 3.3%. മാൾട്ടയിൽ 2025 9,544 ജോബ് വേക്കൻസീസ് ഉണ്ടായിരുന്നു എന്നാണ് മാൾട്ട നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന് പറയുന്നത്. മുൻ വർഷത്തേക്കാൾ 20.9% വർധനയാണ് ഇതെന്ന് പറയുന്നു. 3 കാരണങ്ങൾ കൊണ്ട് മാൾട്ട മലയാളികൾക്ക് വളരെ പറ്റിയ സ്ഥലമാണ്. ഒന്നാമത്, ഇംഗ്ലീഷാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ജർമ്മനി പോലെ ഭാഷ പഠിക്കേണ്ട. പിന്നെ കുറഞ്ഞ ജീവിത ചെലവാണ്. അയർലൻഡ്, നെതർലാൻഡ്സ് എന്നിവയുമായി കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ മാൾട്ടയിലാണ് ഏറ്റവും കുറച്ച് ജീവിത ചെലവുള്ളത്. പിന്നെ സിംഗിൾ പെർമിറ്റ് വഴി 60 മുതൽ 90 ദിവസം കൊണ്ട് വിസ കിട്ടുമെന്നുള്ളതാണ് അടുത്ത വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പോയിന്റ്. മെഡിറ്ററേനിയൻ കടലിലെ ചെറിയൊരു ദ്വീപ് രാജ്യമാണെങ്കിലും ഫിനാൻസ്, IT, ഗെയിമിംഗ്, പ്രൊഫഷണൽ സർവീസസ്, മാനുഫാക്ചറിംഗ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങി നിരവധി മേഖലകളിൽ മാൾട്ടയിൽ വിദേശ തൊഴിലാളികൾക്ക് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. മാൾട്ടയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇന്ത്യക്കാർക്ക് മാൾട്ടയിൽ പല മേഖലകളിലും അവസരങ്ങൾ തേടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ മാൾട്ടയിലെ മികച്ച കമ്പനികളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓരോ കമ്പനിയുടെ കാര്യത്തിലും ഇപ്പോൾ കാണുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, ആവശ്യമായ ക്വാളിഫിക്കേഷൻ, പ്രതീക്ഷിക്കാവുന്ന സാലറി റേഞ്ച്, ഒഫീഷ്യൽ കരിയർ ലിങ്ക് എന്നിവയെല്ലാം പറയാം. പൊതുവെ മാൾട്ടയിൽ മിനിമം വേജ് എന്ന് പറയുന്നത് €961 പെർ മന്താണ്. അതായത് ഏകദേശം 1,05,871 രൂപ. ഏവറേജ് സാലറി എന്ന് പറയുന്നത് €2,050 മുതൽ €2,200 വരെ. അതായത് 2,25,845 മുതൽ 2,42,323 രൂപ വരെയാണ്. നമുക്കെന്തായാലും കമ്പനികളൊന്ന് നോക്കാം. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് മാൾട്ടയിലെ വളരെ വലിയ ഇൻ്റർനാഷണൽ എംപ്ലോയറായ ബെറ്റ്സൺ ഗ്രൂപ്പാണ്. സ്പോർട്സ് ബെറ്റിംഗ്, ഗെയിമിംഗ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ കമ്പനിയാണ് ബെറ്റ്സൺ. മാൾട്ടയിലാണ് കമ്പനിയുടെ ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ കരിയേഴ്സ് പേജ് പരിശോധിക്കുകയാണെങ്കിൽ മാൾട്ട ലൊക്കേഷനിൽ നിരവധി വേക്കൻസീസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില പൊസിഷൻസ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് ബുക്ക്, സീനിയർ ഫുൾ സ്റ്റാക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ജൂനിയർ കമേഴ്സ്യൽ പ്രോജക്റ്റ് മാനേജർ, സദേൺ യൂറോപ്പ് തുടങ്ങിയ പൊസിഷൻസ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിംഗിൽ കാണുന്നുണ്ട്. ബെറ്റ്സന്റെ കരിയേഴ്സ് പേജ് പ്രകാരം ടെക്നോളജി, പ്രോഡക്റ്റ്, ഫിനാൻസ്, ലീഗൽ, HR, ബിസിനസ് ഡെവലപ്മെന്റ് തുടങ്ങിയ പല ഡിപ്പാർട്ട്മെന്റ്സിലും കരിയർ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അതിനാൽ IT ബാക്ക്ഗ്രൗണ്ടുകളുള്ള മലയാളികൾക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാവുന്ന കമ്പനിയാണ് ഇത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റ, പ്രോഡക്റ്റ് മാനേജ്മെന്റ്, പ്രോജക്റ്റ് മാനേജ്മെന്റ്, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പോലുള്ള പൊസിഷൻസിന് മാൾട്ട മാർക്കറ്റിൽ ഏകദേശം €40,000 മുതൽ €60,000 ഏറെ വരുന്ന ആനുവൽ സാലറി ലഭിക്കുന്ന അവസരങ്ങൾ മുമ്പ് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇത് എപ്പോഴത്തെയും ഇപ്പോൾ ഉള്ള വേക്കൻസിക്ക് ബാധകമായ ഫിക്സഡ് സാലറി എന്ന് പറയുന്നതല്ല. ഇത് തമ്മിൽ ഓരോ പ്രാവശ്യവും മാറാൻ ചാൻസ് ഉണ്ട്. പൊസിഷൻ, എക്സ്പീരിയൻസ്, സ്കിൽ സെറ്റ് എന്നിവ അനുസരിച്ച് സാലറി മാറും. കസ്റ്റമർ സപ്പോർട്ട് പോലുള്ള ജൂനിയർ റോൾസിന് സാലറി കുറച്ച് കുറവാണ്. സീനിയർ ടെക്നോളജി റോൾസിന് സാലറി കുറച്ച് കൂടുതലുമാണ്. അതുകൊണ്ട് ബെറ്റ്സണിൽ ജോലി €60,000 അല്ലെങ്കിൽ €6,60,000 രൂപ സാലറി എന്ന് കരുതരുത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് യോജിച്ച വേക്കൻസി ആണെങ്കിൽ അതിനനുസരിച്ച് സാലറി പാക്കേജ് ഉണ്ടായിരിക്കും. ഇനി അപേക്ഷിക്കേണ്ടത്, ബെറ്റ്സൺ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ നിന്ന് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ജെനുവിൻ വേക്കൻസീസ് അവർ ഒഫീഷ്യൽ കരിയേഴ്സ് പേജിൽ മാത്രമേ പ്രസിദ്ധീകരിക്കൂ. റിക്രൂട്ട്മെന്റ് കമ്മ്യൂണിക്കേഷൻ official@betsongroup.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ നിന്നായിരിക്കും. അതുകൊണ്ട് വാട്സാപ്പ് വഴി ബെറ്റ്സണിൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞു വന്നാൽ വെറുതെ പണം അയക്കരുത്. വിസ പ്രോസസ്സിംഗ് ഫീ, രജിസ്ട്രേഷൻ ഫീ, ഇൻ്റർവ്യൂ ഫീ എന്ന പേരിലെല്ലാം പണം ആവശ്യപ്പെടുന്ന ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും കൊണ്ട് പൈസ അടയ്ക്കരുത്. ബെറ്റ്സൺ ചില റീലൊക്കേഷൻ പാക്കേജസ് നൽകുന്നതായും ഒഫീഷ്യൽ കരിയേഴ്സ് പേജ് വ്യക്തമാക്കുന്നു. മാൾട്ടയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നവർക്ക് ഫ്ലൈറ്റ്, എയർപോർട്ട് ട്രാൻസ്ഫർ, ടെമ്പററി അക്കോമഡേഷൻ തുടങ്ങിയ സഹായങ്ങൾ പാക്കേജ് അനുസരിച്ച് ലഭിക്കാമെന്നും അവർ പറയുന്നുണ്ട്. ഒഫീഷ്യൽ കരിയർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അടുത്ത കമ്പനി KPMG മാൾട്ട. ഇത് ലോക പ്രശസ്ത പ്രൊഫഷണൽ സർവീസസ് സ്ഥാപനമാണ്. അക്കൗണ്ടിംഗ്, ഓഡിറ്റ്, ടാക്സ്, അഡ്വൈസറി, ഡിജിറ്റൽ സൊല്യൂഷൻസ്, ബിസിനസ് സർവീസസ് തുടങ്ങിയ മേഖലകളിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് KPMG വളരെ നല്ല ഓപ്ഷനാണ്. KPMG മാൾട്ടയുടെ ഒഫീഷ്യൽ കരിയേഴ്സ് പേജ് ഇപ്പോൾ തന്നെ നിരവധി വേക്കൻസീസ് കാണിക്കുന്നുണ്ട്. അതിൽ ആക്ച്വറിയൽ മാനേജർ, മാനേജർ ഇന്റേണൽ ഓഡിറ്റ്, ജൂനിയർ ടാക്സ് പ്രൊഫഷണൽ, ഇന്റർനാഷണൽ ടാക്സ്, സീനിയർ ടാക്സ് പ്രൊഫഷണൽ, ഡൊമസ്റ്റിക് ഇൻസെൻറ്റീവ്സ് ടീം എന്നിവ ഉൾപ്പെടുന്നു. അതിനാൽ CA, ACCA, CMA, ഫിനാൻസ്, അക്കൗണ്ടിംഗ്, ടാക്സ്, ഓഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള മലയാളികൾക്ക് ശ്രദ്ധിക്കാം. IT പ്രൊഫഷണൽസിനും KPMGയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡിജിറ്റൽ സൊല്യൂഷൻസ്, ടെക്നോളജി, അഡ്വൈസറി മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവരുടെ കരിയേഴ്സ് പോർട്ടൽ പരിശോധിക്കുന്നത് നല്ലതാണ്. KPMG മാൾട്ട ഓരോ വേക്കൻസിക്കും സാലറി എല്ലായ്പ്പോഴും പബ്ലിക്കായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു ഫിക്സഡ് സാലറി എന്ന് പറയുന്നില്ല. ഓരോ പ്രൊഫഷൻ അനുസരിച്ച്, ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ ജോലി പരിചയം അനുസരിച്ച് സാലറിയിൽ മാറ്റമുണ്ടായിരിക്കാം. ജൂനിയർ പ്രൊഫഷണൽ റോൾസിന് സാധാരണയായി ഏകദേശം 25,000 യൂറോ മുതൽ 30,000 യൂറോ പെർ ഇയർ റേഞ്ചിൽ തുടങ്ങാവുന്നതാണ്. എക്സ്പീരിയൻസ് കൂടുമ്പോൾ സീനിയർ മാനേജർ, സ്പെഷ്യലിസ്റ്റ് റോൾസിൽ 40,000 മുതൽ 60,000 യൂറോ വരെ പോകുന്ന പാക്കേജസ് ഉണ്ട്. ഇത് മാർക്കറ്റ് എസ്റ്റിമേറ്റ് മാത്രമാണ്. KPMGയുടെ ഒഫീഷ്യൽ ഗ്യാരണ്ടീഡ് സാലറി അല്ല. അതുകൊണ്ട് വീഡിയോയിൽ സാലറി പറയുമ്പോൾ ഏകദേശം എന്ന് നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കൃത്യമായിട്ടൊരു സാലറി ആയിട്ടല്ല പറയുന്നത്. അത് എല്ലാറ്റിലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഈ സാലറികളിലെല്ലാം വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇയർ അനുസരിച്ച്, ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, ജോലി പരിചയം അനുസരിച്ച്, ചെല്ലുന്ന തസ്തിക അനുസരിച്ച് എല്ലാം സാലറിയിൽ വ്യത്യാസം വരാം. ACCA സ്റ്റുഡൻസ്, ക്വാളിഫൈഡ് ACCA പ്രൊഫഷണൽസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഫിനാൻസ് പ്രൊഫഷണൽസ്, ഇന്റേണൽ ഓഡിറ്റ് പ്രൊഫഷണൽസ്, ടാക്സ് പ്രൊഫഷണൽസ്, IT ആൻഡ് ഡിജിറ്റൽ പ്രൊഫഷണൽസ്, റെലവൻറ്റ് ഡിഗ്രി ഉള്ള ഗ്രാജുവേറ്റ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. ഇത്രയുമുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാൾട്ടയിലെ ക്ലയൻറ്റ് ഫേസിംഗ് റോൾസ് ആയതിനാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. KPMGയുടെ ഒഫീഷ്യൽ കരിയേഴ്സ് പേജിൽ എക്സ്പീരിയൻസ്ഡ് ഹയേഴ്സിനും സ്റ്റുഡൻസിനും പ്രത്യേകം കരിയർ റൂട്ട്സ് ഉണ്ട്. ഒഫീഷ്യൽ കരിയർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ EY മാൾട്ട. EY എന്ന പേര് ഫിനാൻസ്, ഓഡിറ്റ്, കൺസൾട്ടിംഗ് മേഖലയിൽ അറിയാത്തവർ വളരെ കുറവായിരിക്കും. മാൾട്ടയിലെ EY കരിയർ പേജ് പരിശോധിക്കുമ്പോൾ അഷ്വറൻസ്, കൺസൾട്ടിംഗ്, ടാക്സ് തുടങ്ങിയ ഡിവിഷൻസിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവയിൽ ശ്രദ്ധേയമായ പൊസിഷൻസ് ഓഡിറ്റ് സീനിയർ മാനേജർ, പേറോൾ അസിസ്റ്റന്റ്, ടാക്സ് ഇൻഡയറക്റ്റ് വാറ്റ് അസിസ്റ്റന്റ്, അക്കൗണ്ടിംഗ് ആൻഡ് കോംപ്ലയൻസ് സീനിയർ, അക്കൗണ്ടിംഗ് ആൻഡ് കോംപ്ലയൻസ് അസിസ്റ്റന്റ്, കോർപ്പറേറ്റ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അസിസ്റ്റന്റ്, സൊല്യൂഷൻ ആർക്കിടെക്ട്, ക്ലൗഡ് ആർക്കിടെക്ട്, എഞ്ചിനീയർ തുടങ്ങിയ റോൾസ് ഉണ്ട്. ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് പോലും EY മാൾട്ടയിൽ നല്ല അവസരങ്ങളുണ്ട്. സൊല്യൂഷൻ ആർക്കിടെക്ട്, ക്ലൗഡ്, സോഫ്റ്റ്വെയർ, IT, കൺസൾട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ശ്രദ്ധിക്കാവുന്ന കമ്പനിയാണ്. അക്കൗണ്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടിംഗ് ആൻഡ് കംപ്ലയൻസ് വിഭാഗവും നോക്കാവുന്നതാണ്. EYയുടെ ഒഫീഷ്യൽ വേക്കൻസി വിവരങ്ങളിൽ അക്കൗണ്ടിംഗ് ആൻഡ് കംപ്ലയൻസ് റോൾസിന് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, IFRS തുടങ്ങിയ മേഖലകളിൽ നോളേജ് ആവശ്യപ്പെടുന്നുണ്ട്. ടാക്സ് വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി ആവശ്യപ്പെടുന്ന പൊസിഷൻസ് ഉണ്ട്. എന്നാൽ ചില മാൾട്ട സ്പെസിഫിക് ടാക്സ് റോൾസിൽ മാൾട്ടീസ് ലാംഗ്വേജ് ആവശ്യമായിട്ട് വന്നേക്കാം. അതിനാൽ ഓരോ വേക്കൻസിയും പ്രത്യേകം വായിക്കേണ്ടതുണ്ട്. പിന്നെ ഇവരുടെ സാലറി ഒരിടത്തും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓരോന്നിനനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യാസപ്പെടാം. ഏകദേശം 25,000 മുതൽ 30,000 യൂറോ വരെ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിനും 35,000 മുതൽ 50,000 വരെ സീനിയർ സ്പെഷ്യലിസ്റ്റുകൾക്കും സാലറി ഉണ്ടാകുന്നുണ്ട്. ടെക്നോളജി റോൾസിലാണെങ്കിൽ ഇത് ചിലപ്പോൾ ഏകദേശം 45,000 മുതൽ 60,000 വരെ എത്താനും സാധ്യതയുണ്ട്. ഇവ മാർക്കറ്റ് എസ്റ്റിമേറ്റ്സ് ആണ്. EYയുടെ ഗ്യാരണ്ടീഡ് സാലറി ഫിഗേഴ്സ് അല്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സാലറി മാറും. അടുത്തത് മേപ്പോൾ ഹോൾഡിങ്സ്. ഇനി IT-യും ഫിനാൻസും മാത്രമല്ല, ടെക്നിക്കൽ മാനുഫാക്ചറിംഗ്, അഡ്മിനിസ്ട്രേഷൻ, മെയിൻ്റനൻസ് തുടങ്ങിയ മേഖലകളിലുള്ള മലയാളികൾക്കും മാൾട്ടയിൽ അവസരങ്ങളുണ്ടെന്ന് കാണിക്കുന്ന കമ്പനിയാണ്. അതായത് മേപ്പോൾ ഹോൾഡിങ്സ് ലിമിറ്റഡ്. ഇവരുടെ ഒഫീഷ്യൽ കരിയർ പോർട്ടലിൽ ഇപ്പോൾ തന്നെ നിരവധി വേക്കൻസീസ് ഉണ്ട്. HR അഡ്മിനിസ്ട്രേറ്റർ, ജനറൽ മെയിൻ്റനൻസ്, അക്കൗണ്ട്സ് ക്ലർക്ക്, പ്രൊഡക്ഷൻ മാനേജർ, ഡിസ്പാച്ച് ക്ലർക്ക്, IT അസിസ്റ്റൻറ്റ് മാനേജർ, ഗ്രാഫിക് ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്റർ, HVAC ടെക്നീഷ്യൻ, ബേക്കറി ഡെസ്പാച്ച് ഹെൽപ്പർ, ഫ്രീസർ സ്റ്റോർ കീപ്പർ എന്നിങ്ങനെ പൊസിഷൻസ് ഉണ്ട്. ഇവയിൽ ചില വേക്കൻസികളുടെ ക്ലോസിംഗ് ഡേറ്റ്സ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 2026 ആണ്.
HR അഡ്മിനിസ്ട്രേറ്റർ ക്ലോസിംഗ് ഡേറ്റ് 31 ഓഗസ്റ്റ് 2026 ഗ്രാഫിക് ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്റർ ക്ലോസിംഗ് ഡേറ്റ് 16 ഓഗസ്റ്റ് 2026 HVAC ടെക്നീഷ്യൻ ക്ലോസിംഗ് ഡേറ്റ് 31 ഒക്ടോബർ 2026 ജനറൽ മെയിൻ്റനൻസ് ക്ലോസിംഗ് ഡേറ്റ് 30 സെപ്റ്റംബർ 2026 ഫ്രീസർ സ്റ്റോർ കീപ്പർ ക്ലോസിംഗ് ഡേറ്റ് 30 നവംബർ 2026. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം തന്നെ കറണ്ട് ലിസ്റ്റിൽ ഒഴിവുകളുള്ളതാണ്. ഇവിടെ മലയാളികൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ HVAC, മെയിൻ്റനൻസ്, പ്രൊഡക്ഷൻ, വെയർഹൗസ്, അക്കൗണ്ട്സ്, IT, അഡ്മിനിസ്ട്രേഷൻ, ഗ്രാഫിക് ഡിസൈൻ, ഫുഡ് മാനുഫാക്ചറിംഗ് എന്നിവയ്ക്കെല്ലാം ഒഴിവുകളുണ്ട്. ഡിഗ്രി ഇല്ലാത്തവർക്ക് പോലും അവരുടെ ട്രേഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവസരം പരിശോധിക്കാവുന്നതാണ്. മേപ്പോളിൻ്റെ ഇപ്പോഴത്തെ ജോബ് ലിസ്റ്റിങ്ങിൽ എല്ലാ പൊസിഷൻസിനും സാലറി ഫിഗർ കാണിക്കുന്നില്ല. സാലറി ഗ്യാരണ്ടി പറയുന്നില്ല. റോൾ അനുസരിച്ച് മാൾട്ട മാർക്കറ്റിൽ എൻട്രി ലെവൽ സപ്പോർട്ട് റോൾസ് ഏകദേശം 20,000 യൂറോ മുതൽ 28,000, സ്കിൽഡ് ടെക്നിക്കൽ റോൾസ് ഏകദേശം 25,000 മുതൽ 35,000, എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റ് ഏകദേശം 35,000 മുതൽ 50,000 യൂറോ എന്നിങ്ങനെ പാക്കേജ് പ്രതീക്ഷിക്കാം. ആക്ച്വൽ സാലറി തന്നെയാണ് ഫൈനലായിട്ട് പറയുന്നത്. അത് ഗ്രോസ് ആനുവൽ സാലറി ആണോ നെറ്റ് സാലറി ആണോ എന്ന് നിങ്ങൾ ഒഫീഷ്യൽ ലിങ്ക് നോക്കി പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഒഫീഷ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെലിറ്റ എന്ന കമ്പനിയാണ്. മാൾട്ടയിലെ പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനിയാണ് മെലിറ്റ. ടെലികമ്മ്യൂണിക്കേഷൻസ്, ടെക്നോളജി, കസ്റ്റമർ സർവീസ്, ഡിജിറ്റൽ സർവീസ് തുടങ്ങിയ മേഖലകളിൽ ജോലി തേടുന്നവർക്ക് മെലിറ്റ ശ്രദ്ധിക്കാവുന്ന എംപ്ലോയറാണ്. മെലിറ്റയുടെ ഒഫീഷ്യൽ കരിയർ പേജ് പ്രകാരം കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കരിയർ ഗ്രോത്ത്, വർക്ക് ലൈഫ് ബാലൻസ്, കോമ്പറ്റേറ്റീവ് പാക്കേജസ് തുടങ്ങി എംപ്ലോയി ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പ്രത്യേകിച്ച് മെലിറ്റയുടെ കരിയർ പേജ് ബുക്ക്മാർക്ക് ചെയ്ത് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. IT, നെറ്റ്വർക്ക്, കസ്റ്റമർ സർവീസ്, സെയിൽസ്, ഡിജിറ്റൽ, ടെക്നിക്കൽ സപ്പോർട്ട്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലാണ് ടെലികോം കമ്പനികളിൽ സാധാരണ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാറുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, മെലിറ്റയിൽ അപേക്ഷിക്കാൻ ഒഫീഷ്യൽ കരിയർ പേജ് തുറന്ന് കറൻറ്റ് വേക്കൻസീസ് പരിശോധിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒഴിവുകളുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ്, എയർപോർട്ട് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, HR ഓപ്പറേഷൻസ്, കസ്റ്റമർ സർവീസ്, എൻജിനീയറിംഗ് മേഖലയിലൊക്കെ റെഗുലറായിട്ട് തന്നെ വേക്കൻസി വരാറുണ്ട്. എയർപോർട്ട് ജോബ്സിന് സാധാരണ 22,000 മുതൽ 30,000 യൂറോ വരെയാണ് ഇയർ റേഞ്ചിൽ കിട്ടുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ കിട്ടും. ഗവൺമെൻറ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റ് പ്രോസസ്സ് വേഗത്തിലാണ്. അക്കോമഡേഷൻ സപ്പോർട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. ഒഫീഷ്യൽ സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറ്റ മാൾട്ട ഇൻഫർമേഷൻ ടെക്നോളജി ഏജൻസിയാണ്. മാൾട്ട ഇൻഫർമേഷൻ ടെക്നോളജി ഏജൻസി ലൊക്കേഷൻ വരുന്നത് മാൾട്ട ഐലൻഡിൽ തന്നെയാണ്. IT, ഡാറ്റാ സെൻറ്റർ, സൈബർ സെക്യൂരിറ്റി ഫീൽഡിലുള്ള മലയാളികൾക്ക് അവസരമുണ്ട്. കറണ്ട് വേക്കൻസി മാനേജർ, ഡാറ്റാ സെൻറ്റർ ഫെസിലിറ്റീസ്, വാറൻറ്റഡ് എഞ്ചിനീയർമാരെയാണ് ഇവർക്ക് വേണ്ടത്. IT മാനേജർ റോൾസിന് ഏകദേശം 35,000 മുതൽ 50,000 പെർ ഇയർ യൂറോ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ 30,000 പ്ലസ് സാലറി റേഞ്ചാണ്. പൊതുവെ വിസയ്ക്ക് ക്വാളിഫൈ ആകുന്നവർക്ക് 30,000 യൂറോ പ്ലസ് സാലറി റേഞ്ച് കിട്ടും. അതായത് 5 വർക്കിംഗ് ഡേയ്സിൽ വർക്ക് പെർമിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ജോലിക്കും വളരെ മികച്ച ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. ഒഫീഷ്യൽ സൈറ്റിലാണ് ഈ ജോലിക്ക് വേണ്ടിയും അപ്ലൈ ചെയ്യേണ്ടത്. ഡിഗ്രിയും 3 ഇയർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ MFSA മാൾട്ട ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റിയിൽ ജോലി ഒഴിവുകളുണ്ട്. മാൾട്ട ഐലൻഡ് ഫിനാൻസ് കോംപ്ലയൻസ് ഡാറ്റ ഫീൽഡിലുള്ളവർക്ക് കറൻറ്റ് വേക്കൻസി വരുന്നത് ഡാറ്റ പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റ്, പ്രീ ഗ്രാജുവേറ്റ് ഓഫീസർ. 30,000 യൂറോ മുതൽ 45,000 യൂറോ വരെയാണ് പെർ ഇയർ സാലറി പറയുന്നത്. സ്പെഷ്യലിസ്റ്റ് റോളിൽ 30,000-ലാണ് തുടങ്ങുന്നത് തന്നെ. EU ബ്ലൂ കാർഡിന് 45,000 യൂറോയിലധികം ശമ്പളം ആവശ്യമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഫിനാൻഷ്യൽ ഹബ്ബാണ് മാൾട്ട. ഇവിടെ എക്സ്പീരിയൻസ് കിട്ടിയാൽ പിന്നെ ജർമ്മനി, ലക്സംബർഗിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. മദർവെൽ ബ്രിഡ്ജിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്കിൽഡ് വർക്കേഴ്സിന്, എൻജിനീയേഴ്സിന്, സൂപ്പർവൈസേഴ്സ്, ഇലക്ട്രിക്കൽ ഫോർമാൻ എന്നിവരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഡക്റ്റ് ഇൻസ്റ്റലേറ്ററുടെ ഒഴിവുകളുണ്ട്. സൈറ്റ് സൂപ്പർവൈസർ ഒഴിവുകളുണ്ട്. ഇവർക്കെല്ലാമുള്ള ശമ്പളവും തസ്തികയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കൺസ്ട്രക്ഷന് ആളുകളുടെ ക്ഷാമം ധാരാളമുണ്ട്. അതുകൊണ്ട് 3 കൊല്ലത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ലെറ്റർ കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ: ഒന്ന്, ആദ്യത്തെ ഡോക്യുമെൻറ്റ്സ് ആണ്.
1 വർഷത്തിലധികം 12 മാസത്തിലധികം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ആവശ്യമാണ്. പോലീസ് ക്ലിയറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അക്കോമഡേഷൻ പ്രൂഫ്. പിന്നെ സാലറി 925 യൂറോ പെർ മന്ത് ആകരുത്, അതിലും താഴെ ആകരുത്. അത്രയെങ്കിലും മിനിമം 925 പെർ മന്ത് ഉണ്ടായിരിക്കണം. 30,000 യൂറോയിൽ താഴെയാണെങ്കിൽ പ്രോസസ്സിംഗ് സ്ലോ ആകും. 30,000 യൂറോയ്ക്ക് കൂടുതലുള്ളവർക്കാണ് പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് എല്ലാം ശരിയാകുന്നത്. പ്രീ ഡിപ്പാർച്ചർ കോഴ്സ് ഉണ്ട്. മാർച്ച് 2026 മുതൽ ഇത് വളരെ നിർബന്ധമാണ്. 3 മുതൽ 5 മാസം വരെ പ്രോസസ്സിന് എടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള മലയാളികൾ EU സിറ്റിസൺസ് അല്ല. അതുകൊണ്ട് മാൾട്ടയിൽ ജോലി ചെയ്യാൻ സാധാരണയായി എംപ്ലോയർ സപ്പോർട്ടഡ് വർക്ക് ഓതറൈസേഷൻ അല്ലെങ്കിൽ സിംഗിൾ പെർമിറ്റ് ആവശ്യമായി വരും. അതായത് ഞാൻ മാൾട്ട ജോബ് അപ്ലൈ ചെയ്തു എന്നതുകൊണ്ട് മാത്രം മതിയാകില്ല. എംപ്ലോയർ നിങ്ങളെ സെലക്ട് ചെയ്ത ശേഷം ആവശ്യമായ ഇമിഗ്രേഷൻ വർക്ക് പെർമിറ്റ് പ്രോസസ്സ് നടക്കണം. യൂറോപ്യൻ എംപ്ലോയ്മെൻറ്റ് സർവീസസ് മാൾട്ട ഇൻഫർമേഷൻ പ്രകാരം വിദേശ ജോബ് സീക്കേഴ്സിന് ജോബ്സ് പ്ലസ് യൂറോപ്യൻ എംപ്ലോയ്മെൻറ്റ് സർവീസസ് EURES തുടങ്ങിയ ഒഫീഷ്യൽ എംപ്ലോയ്മെൻറ്റ് സർവീസസ് വഴിയും വേക്കൻസീസിന് അന്വേഷിക്കാവുന്നതാണ്. ജോബ് സെർച്ച് ചെയ്യുമ്പോൾ വിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. എംപ്ലോയർ നോൺ EU അപ്ലിക്കൻസ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വർക്ക് പെർമിറ്റ് പ്രോസസ്സ് എംപ്ലോയർ ഹാൻഡിൽ ചെയ്യുമോ എന്നിവയെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. മാൾട്ട ജോബ് സ്കാം വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്നാണ്. മലയാളികൾ വിദേശ ജോലി അന്വേഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്കാമാണ്. മാൾട്ട വർക്ക് വിസ റെഡിയാണ്, ഗ്യാരണ്ടീഡ് ജോബാണ്, ഹോട്ടൽ ജോബാണ്, 2,500 മീതെ യൂറോ സാലറി ഉണ്ട്. വിസ ഫീ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഉടനെ തന്നെ ലഭിക്കും തുടങ്ങിയിട്ടുള്ള പരസ്യങ്ങളിലൊന്നും തന്നെ ചെന്ന് ചാടരുത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രം അപേക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റ് തുറന്നു നോക്കുക. വേക്കൻസി എവിടെ ഉണ്ടോ എന്ന് നോക്കുക. കമ്പനി ഡൊമൈനുള്ള ഇമെയിലാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നും ശ്രദ്ധിക്കുക. ഓഫർ ലെറ്റർ മാത്രം കണ്ടിട്ട് വിശ്വസിക്കരുത്. കമ്പനി യഥാർത്ഥമുള്ളതാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബെഡ്സൺ പോലുള്ള കമ്പനികൾ അവർ പറയുന്നത് തന്നെയുണ്ട്, ജെനുവിൻ വേക്കൻസീസ് ഒഫീഷ്യൽ കരിയർ പേജിൽ മാത്രമേ അവർ ഇടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മിക്ക കമ്പനികളും. അപ്പോൾ ഒഫീഷ്യൽ കരിയർ പേജിൽ നിന്ന് തന്നെയാണോ, അതുപോലെ ഒഫീഷ്യൽ മെയിലിൽ നിന്ന് തന്നെയാണോ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് IT പ്രൊഫഷണൽ ആണെങ്കിൽ ബെഡ്സൺ, EY, KPMG, മെലിറ്റ തുടങ്ങിയ കമ്പനികളാണ്. ഫിനാൻസ് അക്കൗണ്ടിംഗ് ആണെങ്കിൽ KPMG, EY വളരെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ്. ACCA, CA, CMA തുടങ്ങി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് അവരുടെ പ്രൊഫഷണൽ സർവീസസ് സെക്ടർ ശ്രദ്ധിക്കാം. ടെക്നിക്കൽ ട്രേഡ് ആണെങ്കിൽ മേപ്പോൾ പോലുള്ള മാനുഫാക്ചറിംഗ് കമ്പനീസ് നിങ്ങൾക്ക് പരിശോധിക്കാം. HVAC, മെയിൻ്റനൻസ്, പ്രൊഡക്ഷൻ, വെയർഹൗസ് തുടങ്ങിയ സ്കിൽസ് ഉള്ളവർക്ക് അവസരങ്ങൾ ധാരാളമുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ലതാണെങ്കിൽ കസ്റ്റമർ സർവീസ്, അഡ്മിനിസ്ട്രേഷൻ, സപ്പോർട്ട് മേഖലകളിലും അവസരങ്ങൾ അന്വേഷിക്കാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും പറയുന്നു, ഫേക്ക് ഏജൻസികളെ സൂക്ഷിക്കുക. ഏറ്റവും നന്നായി തന്നെ ഒഫീഷ്യൽ പേജുകളിൽ അപേക്ഷിക്കുക. ജോബ്സ് പ്ലസ് മാൾട്ട, മാൾട്ട പാർക്ക്, ലിങ്ക്ഡിൻ എന്നിവ വഴി അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.